പ്രമേഹം നിങ്ങൾക്കൊരു തലവേദനയാണോ? ഇതാ 100% ശാസ്ത്രീയമായി പരിഹാരമാർഗം. വിദേശ രാജ്യങ്ങളിൽ വൻ പ്രചാരണം നേടിയ ഡയബറ്റിക് റിവേഴ്സൽ ഫെസിലിറ്റേഷൻ സെന്റർ ഇനി മലപ്പുറം ജില്ലയിൽ. ജില്ലയിലെ ആദ്യ സ്ഥാപനം എടവണ്ണ ഒതായിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒതായിൽ പ്രവർത്തനം ആരംഭിച്ച ലൈഫ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.ടി. അൻവർ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും ഈ ലൈഫ് കെയറിന്റെ ഈ പ്രവർത്തനം ഇവിടെ അതിന്റെ ഒരു ഫെസിലിറ്റേറ്റ് സെന്റർ നമ്മുടെ ഈ പ്രദേശത്ത് ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ പ്രവർത്തനത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ ഫോളോ അപ്പിലൂടെ ആളുകൾ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റു ജില്ലകൾക്ക് മാതൃകയായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. നെല്ലിക്ക എന്നൊക്കെ പേരിട്ടുകൊണ്ട് മധുരമില്ലാത്ത ചായ, അങ്ങനെ മധുരത്തിൽ നിന്നൊക്കെ പുറകോട്ട് വലിക്കുന്ന രൂപത്തിൽ ഔദ്യോഗിക പരിപാടികളിലൊക്കെ മലപ്പുറം ജില്ലയിൽ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത് വളരെ നല്ല രൂപത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒറ്റയടിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ബോധവൽക്കരണത്തിലൂടെ ആളുകൾ ആ ഒരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വാർഡ് മെമ്പർ ജമീല ലത്തീഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒതായി യൂണിറ്റ് പ്രസിഡന്റ് അനിരാല തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇത്തരം രോഗങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ഇൻസുലിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്ന രോഗങ്ങളെ പിടിച്ചു നിർത്തുവാനുള്ള മാർഗങ്ങളാണ് കണ്ടെത്താറുള്ളത്. ഈ വന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയിട്ട് ഒരു ഡയബറ്റിക് റിവേഴ്സൽ എന്ന ഒരു ആശയത്തിലൂടെ തന്നെ ഷുഗറിന് ഉള്ള ഒരു മരുന്ന് എന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള പുതിയ ആശയങ്ങൾ പകർന്നു നൽകി അതിലേക്ക് ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും പ്രാപ്തമാക്കാനുമുള്ള രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് സെന്റർ ആയിട്ടാണ് ലൈഫ് കെയർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. മരുന്നുകളും ഇൻസുലിനുകളും ഘട്ടം ഘട്ടമായി പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് ഡയബറ്റിക് റിവേഴ്സിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഡയാബറ്റിക് റിവേഴ്സൽ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഈ ഒരു ചികിത്സാ രീതിയുടെ പ്രത്യേകത ഇതിൽ പ്രത്യേകിച്ച് മെഡിസിനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ മാത്രമാണ് 90% ആൾക്കാരും ഷുഗറുള്ള പേഷ്യൻസ് മെഡിസിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ 90% ആൾക്കാരും ഈ ഒരു ഡയാബറ്റിക് റിവേഴ്സൽ എന്ന ഒരു രീതിയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ലൈഫ് കെയർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനം. ഓൾറെഡി നമ്മളിവിടെ ആയിരക്കണക്കിന് ഷുഗർ പേഷ്യൻസിന് ഈ ഒരു റിവേഴ്സൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓൺലൈനായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ 5 വില്ലേജിന് ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന രീതിയിൽ നമ്മൾ ഓരോ ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ മലപ്പുറത്ത് ആദ്യമായിട്ട് ഇന്ന് ഇവിടെ നമ്മുടെ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എടവണ്ണ ഒതായിൽ നമ്മുടെ ഈ ഒരു സെൻറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. വളരെയധികം സന്തോഷമുള്ള ഒരു സമയം കൂടിയാണ്. ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു വർക്കിംഗ് എങ്ങനെയാണ്, ഒരു ഷുഗർ പേഷ്യൻറ്റിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി എടുക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്നത്. ശേഷം ആ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി നമ്മുടെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ടീം ആയ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയുള്ള ഡോക്ടേഴ്സിന് നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അവിടെ നമുക്ക് ഇപ്പോൾ നെഫ്രോളജിസ്റ്റ്, അതുപോലെ തന്നെ ന്യൂട്രീഷനിസ്റ്റ്, ഡയറ്റീഷ്യൻ, ഡയബറ്റീഷ്യൻ, ഫിസിഷ്യൻ, അങ്ങനെയുള്ള ഒരുപാട് ഡോക്ടർമാരുടെ പാനലിലേക്കാണ് നമ്മൾ ഈ ഒരു ഹിസ്റ്ററി അയച്ചു കൊടുക്കുക. ഈ ഓരോ ഡോക്ടർമാരും ഈ ഹിസ്റ്ററി സൂക്ഷ്മമായി പരിശോധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവരാണ്, ഈ ഡോക്ടർമാരാണ് ചെയ്തു കൊടുക്കുന്നത്. അതിലൂടെ ഒരുപാട് പേർക്ക് നമുക്ക് എന്ന് പറയാം, നമ്മുടെ ഒരു പേഷ്യൻറ്റിന് വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു ഷുഗർ റിവേഴ്സൽ നമ്മളവിടെ സാധ്യമാക്കി കൊടുക്കും. ഇനി മുതൽ ഈ ഒരു സ്ഥാപനത്തിലൂടെ ഈ ഒരു നാട്ടുകാർക്കും അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള എല്ലാവർക്കും
നല്ലൊരു ഷുഗർ റിവേഴ്സ് ചെയ്തുകൊണ്ട് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഷുഗർ രോഗികൾക്ക് വളരെയേറെ സഹായകമാകുന്ന ഫെസിലിറ്റേഷൻ സെന്ററാണ് ഒതായിൽ പ്രവർത്തനം തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങൾക്ക് 9562028552 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഷുഗർ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഡയബറ്റിക് റിവേഴ്സൽ എന്നാണ് ഇവിടെയുള്ള ഈ ഓഫീസിലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു പേഷ്യൻറ്റിന് ക്ലിനിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഫോമിൽ ഫില്ല് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ ഹിസ്റ്ററി എടുക്കുകയാണ് ഡയബറ്റിക് റിവേഴ്സലിനകത്ത് ചെയ്യേണ്ട ആദ്യത്തെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ക്ലിനിക്കൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഫോർവേഡ് ചെയ്യുന്നത് 30ഓളം ഡോക്ടർമാരടങ്ങുന്ന നമ്മുടെ കമ്പനിയുടെ ഡോക്ടേഴ്സ് പാനലിലോട്ടാണ്. ഈ ഡോക്ടേഴ്സ് പാനലിലോട്ട് ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലിനിക്കൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർമാർ 1 by 1 ആയിട്ട് ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ച് അതൊരു റിവ്യൂ എടുത്ത് ഡീറ്റെയിൽ റിപ്പോർട്ട് ആക്കിക്കൊണ്ട് തന്നെ ഒരു 7 to 10 ഡേയ്സിനുള്ളിൽ നമ്മുടെ ഓഫീസിലോട്ട് തന്നെ അവർ ബ്രീഫായിട്ടുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടും ഒരു ബൂസ്റ്റർ പാക്കേജും കൂടി ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിന് അവരുടെ ബ്ലഡിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഷുഗർ വന്നിരിക്കുന്നത്, അതിനുണ്ടായിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് മാറാൻ ഇനി എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ അവയവങ്ങളിലോട്ടാണ് ഷുഗർ കയറി പിടിച്ചിരിക്കുന്നത്, അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയി കൊടുത്തുകൊണ്ടും അതിന് ആനുപാതികമായിട്ട് 1 by 1 ആദ്യത്തെ മാസം മുതൽ 12ാമത്തെ മാസം വരെ ഏതൊക്കെ മാസങ്ങളിൽ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണമെന്നും അടക്കമുള്ള റിപ്പോർട്ടുകൾ വരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഡേറ്റും മാസവും ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഡയബറ്റിക് റിവേഴ്സലിന് പേയ്മെന്റ് അടച്ച് ക്ലിനിക്കൽ ഹിസ്റ്ററി കിട്ടി മെറ്റബോളിസം കറക്റ്റ് ആക്കാനായിട്ട് ബൂസ്റ്റർ പാക്കേജ് കഴിച്ചു തുടങ്ങുന്ന ഓരോരോ പേഷ്യൻസും ശ്രദ്ധിക്കേണ്ട ആൻഡ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും കറക്റ്റായിട്ട് അവരുടെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഫാസ്റ്റിങ്ങിനും PPBS ഫുഡ് കഴിച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷമുള്ള PPBS ടെസ്റ്റും ചെയ്ത് കൃത്യമായിട്ടുള്ള റിവ്യൂ റിപ്പോർട്ട് അതിനകത്തുള്ള കസ്റ്റമർ കെയർ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഒരു 2-3 മാസങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഷുഗറിനകത്തുള്ള വേരിയേഷൻസ് വരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. ഒരു മിനിമം ഒരു സാധാരണ ലെവലിൽ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു ഷുഗർ പേഷ്യൻസിന്, അതായത് ഒരു 110, 120, 30, 35 എന്നുള്ള ലെവലിലൊക്കെ നിൽക്കുന്ന പേഷ്യൻസിന് മിനിമം ഒരു 6 to 7 മന്തിനുള്ളിൽ തന്നെ അവരുടെ ഷുഗർ പരിപൂർണമായിട്ടും ഡയബറ്റിക്കൽ സ്റ്റേജിലോട്ട് നോർമലായിട്ട് പോരും. ഇനി ഇൻ കേസ് ഒരു ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ 6 to 12 മന്ത്സിനുള്ളിൽ പരിപൂർണമായിട്ടും റിവേഴ്സലിലോട്ട് പോരാൻ പറ്റുന്ന ലെവലിലോട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അവർ 12 മാസത്തിൽ ഓരോ മാസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് കൃത്യമായിട്ടും അവരത് അവലോകനം ചെയ്ത് തന്നെ പോകണം. ഇപ്പോൾ ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറയുന്നത് ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു ഗുരുതര അസുഖ രീതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് അവരുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ വിഷയങ്ങളിൽ നിന്ന് മാറ്റം വരാനുമായിട്ട് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് പാനൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയോടുകൂടി ചെയ്ത് റിവ്യൂകൾ കൊടുത്ത് അസുഖത്തിലോട്ട് നോർമലിലോട്ട് പോരാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റേഷൻ സെന്ററിലെ ആദ്യഘട്ടത്തിലുള്ള നമ്മുടെ സർവീസുകളും കാര്യങ്ങളും കൊടുക്കുന്ന സ്റ്റാഫുകളെയും ഈ ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരിയെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഇത് മിസ്റ്റർ നാസർ സാറ്. അദ്ദേഹമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സെക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡിസ്ട്രിക്ട് ഹെഡായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്. അദ്ദേഹമാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. ഇത് സുജിതയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻചാർജായിട്ട് ഇവിടെ ഉണ്ടാകുക. ഇത് ബിബിലയാണ് ഈ ഓഫീസിൻ്റെ ക്ലിനിക്കൽ സെക്ഷനും അതുപോലെ അക്കൗണ്ട് സെക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഓഫീസിൽ ഉണ്ടാകുന്ന സ്റ്റാഫാണ്. അപ്പം നിങ്ങൾ വരുന്ന ഓരോ ആളുകൾക്കും ഈ പറയുന്ന ആളുകളോട്ട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മംഗളമായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാനും വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. ഈ അവസരം 2 രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം. ഇതിൽ ഒരു ഹോം കെയർ സെൻ്റർ ഉണ്ട്, അതായത് ഹോം കൺസൾട്ടൻസി. നമുക്ക് വീടുകളിൽ പ്രമേയ രോഗി ബാധിതരായ ആളുകളെ പോയി കണ്ട് അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി ഏകദേശം 100ഓളം ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമുക്ക് വരിക. അതനുസരിച്ചാണ് നമ്മൾ പിന്നെ ജീവിതം ഒരു 6 മാസത്തോളം മുന്നോട്ട് നയിക്കേണ്ടത്. ചുരുങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 6 മാസം കൊണ്ടും അതിന് മുകളിൽ ഇൻസുലിൻ വരെ എടുക്കുന്നവർക്ക് വിത്തിൻ 1 ഇയർ കൊണ്ടും നമുക്ക് ഈ ഷുഗർ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധുരം ഉപയോഗിച്ച് തന്നെ പിന്നെ ജീവിതം മുന്നോട്ട് നയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഹോം കൺസൾട്ടൻസിയാണ് ഒരു ഐറ്റം. രണ്ടാമത് പിന്നെ 5 വില്ലേജുകൾ കൂടിയിട്ട് ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ അനുവദിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെൻ്ററാണ് ഇവിടെ. ഒതായി, എടവണ്ണ, പെരകമണ്ണ, ഊർങ്ങാട്ടിരി, മമ്പാട്, തൃക്കലങ്ങോട് 5 വില്ലേജുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവിടുത്തെ പിന്നെ ഫെസിലിറ്റേഷൻ സെൻ്ററിൻ്റെ എൻ്റർപ്രണർ ബഹുമാനപ്പെട്ട സുജിത മാഡമാണ്.
ഈ ഓഫീസ് സ്റ്റാഫായിട്ട് ഇവിടെ വിപില മാഡം ഉണ്ടായിരിക്കും. രാവിലെ 8:30-9 മണിക്ക് മുതൽ ഒരു 5 മണി വരെ ഇവിടെ എന്തായാലും ഉണ്ടാവും. ഈ കസ്റ്റമർ കെയർ നമ്പർ നിങ്ങൾ വാങ്ങി വെച്ചിട്ട് അതിൽ ഏത് സമയത്ത് നിങ്ങളെ വിളിച്ചാലും 24 hours ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങളെ തേടി വരുന്നതായി.